സംസ്ഥാനത്ത് പുതുക്കിയ മഴ മുന്നറിയിപ്പ്. 3 ഇടങ്ങളിൽ ഓറഞ്ച് അലർട്ട് തുടരും. സംസ്ഥാനത്ത് പുതുക്കിയ മഴ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. നാളെ മലപ്പുറം മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലർട്ടാണ്. അതേസമയം കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇടുക്കിയിൽ ആദിവാസി സ്ത്രീ വെട്ടേറ്റ് മരിച്ചു. ഭർത്താവ് കസ്റ്റഡിയിൽ. അടിമാലി പഞ്ചായത്തിൽ ആദിവാസി യുവതിയെ കുടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അടിമാലി പഞ്ചായത്തിലെ 5-ാം മൈൽ ആദിവാസി കുടിലിൽ താമസിക്കുന്ന ബാലകൃഷ്ണന്റെ ഭാര്യ ജലജയാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. സംഭവത്തിൽ ഭർത്താവ് ബാലകൃഷ്ണനെ അടിമാലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയാണ് സംഭവം. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കം ജലജയും ഭർത്താവ് ബാലകൃഷ്ണനും തമ്മിലുണ്ടായിരുന്നു. ഇതേ തുടർന്നുണ്ടായ വാക്കേറ്റം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. ഇന്നലെ രാത്രിയിൽ മദ്യലഹരിയിലെത്തിയ ബാലകൃഷ്ണൻ ജലജയെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഫോറൻസിക് സംഘം ഉൾപ്പെടെ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ണിൽ മുളകുപൊടി വിതറി വയോധികയുടെ മാല പൊട്ടിക്കാൻ ശ്രമം. യുവതി പിടിയിൽ. തൃശൂർ ചാമക്കാലയിൽ കണ്ണിൽ മുളകുപൊടി വിതറി വയോധികയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച കേസിൽ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാമക്കാല രാജീവ് റോഡ് സ്വദേശി തലാശ്ശേരി വീട്ടിൽ സുബിതയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാവിലെയാണ് സുബിത കൊച്ചിക്കാട്ട് വീട്ടിൽ സത്യഭാമയുടെ മാല പൊട്ടിച്ചത്. മാല പൊട്ടിച്ചെടുത്ത ശേഷം കണ്ണിൽ മുളകുപൊടി വിതറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വീട്ടമ്മ ഒച്ചവെച്ചതോടെ പ്രതി മാല ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തു. അനുകൂല ഫലം ഒന്നും തന്നെയില്ല. അർജുനായുള്ള തിരച്ചിൽ ദുഷ്കരം. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ 13-ാം ദിവസവും പ്രതിസന്ധിയിൽ. അടിയൊഴുക്ക് ശക്തമായതിനാൽ ദൌത്യം ദുഷ്കരം. കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായ പ്രദേശത്ത് അടിയൊഴുക്ക് ശക്തമാണ്. പ്രതികൂല കാലാവസ്ഥയിലും ഈശ്വർ മാൽപെ ഇന്നും നദിയിലിറങ്ങി. ഇന്നലെ 3 സ്പോട്ടുകളിൽ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ തകര ഷീറ്റുകളും മരക്കഷ്ണങ്ങളും മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ട്രക്കിന്റെ ഭാഗങ്ങളോ കിട്ടിയിട്ടില്ല. അവശേഷിക്കുന്ന ഒരു സ്പോട്ടിലാണ് ഇന്ന് പരിശോധന തുടരുന്നത്. അടിത്തട്ടിലേക്ക് പോയി തിരച്ചിൽ നടത്തുക ദുഷ്കരമാണെന്നും ഇന്നുകൂടി സ്വന്തം ഉത്തരവാദിത്തത്തിൽ തിരച്ചിൽ നടത്തുമെന്നും ഈശ്വർ മാൽപെ അറിയിച്ചു. സാനിറ്റൈസർ ഉപയോഗിച്ച് മാലിന്യം കത്തിക്കുന്നതിനിടെ പൊള്ളലേറ്റ വീട്ടമ്മ മരിച്ചു. മാലിന്യത്തിൽ സാനിറ്റൈസർ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഗുരുതരമായി പൊള്ളലേറ്റ വീട്ടമ്മ മരിച്ചു. പയ്യോളി IPC റോഡിലെ ഷാസ് മൻസിലെ നഫീസയാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം വീടിന്റെ പരിസരത്ത് നിന്നാണ് നഫീസയ്ക്ക് പൊള്ളലേറ്റത്. അടിച്ചുവാരി കൂട്ടിയിട്ട മാലിന്യങ്ങൾ കത്തിക്കാനായി വീട്ടിലുണ്ടായിരുന്ന സാനിറ്റൈസർ ഒഴിക്കുന്നതിനിടയിലാണ് തീ പടർന്നു പിടിച്ചത്.